വൈകുന്നേരം കഴിക്കാനായിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കിട്ടോ. കട്ടൻ കാപ്പിയും പഴംപൊരിയും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരത്തെ കാപ്പി കുടിച്ചു. കാപ്പി കുടി കഴിഞ്ഞതിന് ശേഷം ദേ അടുക്കളയിലേക്ക് കയറിട്ടോ. വൈകുന്നേരത്തേക്കുള്ള അരി ഇടണം, പിന്നെ എന്താ കറി ഉണ്ടാക്കണം. രാത്രിയിലേക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് കടല വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേനയും പച്ചക്കയും അരിഞ്ഞിട്ട് വെന്ത കടലയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് മഞ്ഞപ്പൊടി ചേർക്കണ്ട കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വേവിക്കാൻ വെക്കണം കേട്ടോ. പിന്നെ അഖിലിൻ്റെ അച്ഛൻ കുറച്ച് കുഞ്ഞിച്ചാള വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചെടുത്ത് വറുക്കുകയും മുളക് ചാറ് വെക്കുകയും ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ വറുക്കാനുള്ള ചാളയിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഉപ്പും കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറി വെക്കാനുള്ള പരിപാടി നോക്കുവാണേ. അതിനായിട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ ഒരു 4 കഷ്ണം കുടംപുളിയും പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിനുള്ള വെള്ളവും ചേർത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെക്കുവാണ്. കൂടെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പീലിമോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലെടുത്ത് നോക്കണുണ്ട്. അപ്പോൾ അവക്കും കയ്യിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഉപ്പുണ്ട്, ഉപ്പുണ്ട്, അവിടെ നോക്കി പറ. ഉപ്പുണ്ട്, അവളെപ്പോഴും ഉപ്പുണ്ടെന്നേ പറയുള്ളൂ കേട്ടോ. നല്ലതാണോ? ഇഷ്ടമായോ? ഇഷ്ടമായോ? ടാറ്റ ബാബായ് ഉമ്മ സീയു നന്ദി. അങ്ങനെയല്ല, ടാറ്റ ബായ് ഉമ്മ ഒരു ഫ്ലൈങ് കിസ് സീയു ടാറ്റ ബാബായ്. അങ്ങനെ ഇത് കറി ഇറക്കി വെച്ചതിന് ശേഷം വറുക്കാനുള്ള പരിപാടി നോക്കുവാണ്. ആദ്യം തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടുകറിയിൽ അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങ ചേരണ്ടാൻ മടിയായിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അത് അരപ്പ് ചേർത്തിട്ട് കുറച്ച് ശർക്കരയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഒന്ന് താളിച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചാള ഫ്രൈയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ചാള ഫ്രൈയും ചാളക്കറിയും കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് കുറച്ച് അമ്പലത്തിലെ പ്രസാദച്ചോറുണ്ടായിരുന്നു, അത് കഴിക്കാനായിട്ട് കൂട്ടുകറി എടുത്തു കേട്ടോ ആദ്യം. പിന്നെ ഞങ്ങളെല്ലാവരും ചാളക്കറിയും ചാള ഫ്രൈയും എല്ലാം കൂടി വെച്ചിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ. വൈകുന്നേരം കഴിക്കാനായിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കിട്ടോ. കട്ടൻ കാപ്പിയും പഴംപൊരിയും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരത്തെ കാപ്പി കുടിച്ചു. കാപ്പി കുടി കഴിഞ്ഞതിന് ശേഷം ദേ അടുക്കളയിലേക്ക് കയറിട്ടോ. വൈകുന്നേരത്തേക്കുള്ള അരി ഇടണം, പിന്നെ എന്താ കറി ഉണ്ടാക്കണം. രാത്രിയിലേക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് കടല വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേനയും പച്ചക്കയും അരിഞ്ഞിട്ട് വെന്ത കടലയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് മഞ്ഞപ്പൊടി ചേർക്കണ്ട കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വേവിക്കാൻ വെക്കണം കേട്ടോ. പിന്നെ അഖിലിൻ്റെ അച്ഛൻ കുറച്ച് കുഞ്ഞിച്ചാള വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചെടുത്ത് വറുക്കുകയും മുളക് ചാറ് വെക്കുകയും ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ വറുക്കാനുള്ള ചാളയിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഉപ്പും കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറി വെക്കാനുള്ള പരിപാടി നോക്കുവാണേ. അതിനായിട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ ഒരു 4 കഷ്ണം കുടംപുളിയും പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിനുള്ള വെള്ളവും ചേർത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെക്കുവാണ്. കൂടെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പീലിമോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലെടുത്ത് നോക്കണുണ്ട്. അപ്പോൾ അവക്കും കയ്യിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഉപ്പുണ്ട്, ഉപ്പുണ്ട്, അവിടെ നോക്കി പറ. ഉപ്പുണ്ട്, അവളെപ്പോഴും ഉപ്പുണ്ടെന്നേ പറയുള്ളൂ കേട്ടോ. നല്ലതാണോ? ഇഷ്ടമായോ? ഇഷ്ടമായോ?
ടാറ്റ ബൈ ഉമ്മ സിയു നന്ദി അങ്ങനെയല്ല ടാറ്റ ബൈ ഉമ്മ ഒരു ഫ്ലൈങ് കിസ് സിയു ടാറ്റ ബൈ. അങ്ങനെ ഇത് കറി ഇറക്കി വെച്ചതിന് ശേഷം വറക്കാനുള്ള പരിപാടി നോക്കുവാണ്. ആദ്യം തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടുകറിയിൽ അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങ ചേരണ്ടാൻ മടിയായിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അത് അരപ്പ് ചേർത്തിട്ട് കുറച്ച് ശർക്കരയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഒന്ന് താളിച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചാള ഫ്രൈയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ചാള ഫ്രൈയും ചാളക്കറിയും കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് കുറച്ച് അമ്പലത്തിലെ പ്രസാദച്ചോറുണ്ടായിരുന്നു, അത് കഴിക്കാനായിട്ട് കൂട്ടുകറി എടുത്തു കേട്ടോ ആദ്യം. പിന്നെ ഞങ്ങളെല്ലാവരും ചാളക്കറിയും ചാള ഫ്രൈയും എല്ലാം കൂടി വെച്ചിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.